നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു വിമാനയാത്രയിൽ നാം പാലിക്കേണ്ട ചില മര്യാദകളൊക്കെയില്ലേ? യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ എന്തെല്ലാം പ്രവർത്തികളാണ് ചില യാത്രക്കാർ വിമാനത്തിൽ കാട്ടിക്കൂട്ടുന്നത്? ഇപ്പോൾ ദമാമിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് അത്തരത്തിലൊരു സംഭവമുണ്ടായത്. വിമാനയാത്രയ്ക്കിടെ ശുചിമുറിയിൽ സിഗരറ്റ് വലിച്ച യാത്രക്കാരൻ പിടിയിലായി. ആലപ്പുഴ മാന്നാർ ഇരമത്തൂർ സ്വദേശിയായ 54-കാരനെയാണ് അധികൃതർ പിടികൂടിയത്. ഒളിപ്പിച്ചു കടത്തിയ ലൈറ്റർ ഉപയോഗിച്ചാണ് സിഗരറ്റ് കത്തിച്ചത്. ശുചിമുറിക്കുള്ളിൽ പുക ഉയർന്നതോടെ വിമാനത്തിലെ സുരക്ഷാ അലാം മുഴങ്ങുകയും യാത്രക്കാരനെ ജീവനക്കാർ പിടികൂടുകയുമായിരുന്നു. ഇയാളെ പിന്നീട് വലിയതുറ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടു. വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തീപിടിക്കുന്ന വസ്തുക്കൾ ഒന്നും തന്നെ കൈവശമോ ബാഗിലോ സൂക്ഷിക്കാൻ പാടില്ലെന്ന നിയമം ലംഘിച്ചതിനാണ് നടപടി. എയർ ഇന്ത്യ എക്സ്പ്രസിലെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സിഗരറ്റിൽ നിന്നുള്ള പുക ടോയ്ലറ്റിൽ നിന്ന് ഉയർന്നതോടെ വിമാനത്തിനുള്ളിലെ അലാറം അടിക്കുകയും എയർ ഹോസ്റ്റസ് എത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു. തുടർന്നാണ് പൈലറ്റിനെ വിവരം അറിയിച്ചത്. ലാൻഡിംഗിന് ശേഷം പൈലറ്റ് നൽകിയ വിവരത്തെ തുടർന്ന് എയർ ഇന്ത്യ സീനിയർ സെക്യൂരിറ്റി ഓഫീസർ ഇയാളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് തീപിടിക്കുന്ന വസ്തുക്കൾ വിമാനത്തിനുള്ളിൽ കൈവശം സൂക്ഷിക്കരുതെന്ന നിയമം ലംഘിച്ചതിന് കേസെടുത്ത പോലീസ് ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. 2023 ജൂലൈയിൽ വിമാനത്തിനുള്ളിൽ സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ ശ്രമിച്ച മഹാരാഷ്ട്ര സ്വദേശി ശിവദാസിനെ പിടികൂടിയിരുന്നു. പൂനെയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു ഈ സംഭവം. തീപ്പെട്ടി ഒളിപ്പിച്ചു കടത്തിയ ശിവദാസ് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ വിമാനമിറങ്ങിയ സമയം വിമാനത്തിന്റെ ശുചിമുറിയിൽ പോയി സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വിമാനത്തിൽ ലൈറ്ററുകൾ കൊണ്ടുപോകുന്നതിന് നിയന്ത്രണങ്ങളുള്ളതിന്റെ വ്യക്തമായ കാരണം അവ തീപിടുത്തത്തിന് കാരണമാകുമെന്നത് തന്നെയാണ്. വിമാനത്തിൽ തീപിടിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് യാത്രക്കാർക്ക് വിമാനത്തിൽ കൊണ്ടുവരാവുന്ന ലൈറ്ററുകളുടെ തരത്തിലും എണ്ണത്തിലും തന്നെ നിയന്ത്രണങ്ങളുണ്ട്. സ്യൂട്ട് കേസുകൾ കൊണ്ടുപോകുമ്പോൾ അവ വലിച്ചെറിയപ്പെടുന്നുണ്ട്. ഹോൾഡറിലുള്ള ഒരു ബാഗിൽ പാക്ക് ചെയ്തിരിക്കുന്ന ലൈറ്ററിലെ ദ്രാവകം ഒഴുകിപ്പോകാനും പൊട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. മിക്ക രാജ്യങ്ങളിലും ഹോൾഡിലേക്ക് ലൈറ്ററുകൾ കൊണ്ടുപോകുന്നത് നിരോധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലൈറ്റർ ശൂന്യമാണെങ്കിൽ ചിലപ്പോഴൊക്കെ അത് അനുവദനീയമാണ്. ചില വിമാനങ്ങളിൽ ഹോൾഡിൽ അഗ്നിശമന സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് ഇതിന് പ്രധാന കാരണം. പഴയ വിമാനങ്ങളിൽ പലപ്പോഴും തീ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. തീ കണ്ടെത്തിയാൽ വിമാനം അടിയന്തരമായി നിലത്തിറക്കേണ്ടി വരും. മറ്റൊരു ആശങ്ക ഹോൾഡ് നിരന്തരമായ മേൽനോട്ടത്തിലല്ല എന്നതാണ്. അതായത് ഏതെങ്കിലും തീപിടുത്തം കണ്ടെത്തുന്നത് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. വിമാനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള അഗ്നിശമന സംവിധാനങ്ങൾ നന്നായി രൂപകൽപ്പന ചെയ്ത് പതിവായി പരിശോധിക്കുന്നുണ്ടെങ്കിലും അവ പരാജയപ്പെട്ടേക്കാം. മൂർച്ചയുള്ള ആയുധങ്ങൾ, തോക്കുകൾ, തീപിടിക്കുന്ന വസ്തുക്കൾ തുടങ്ങിയ വസ്തുക്കൾ കർശനമായാണ് നിരോധിച്ചിട്ടുള്ളത്. കൂടാതെ യാത്രക്കാർക്ക് വിമാനത്തിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാധനം കൂടിയാണ് തേങ്ങ. അതിനും കാരണമുണ്ട്. ഉയർന്ന എണ്ണയുടെ അംശമുള്ളതിനാൽ വിമാനങ്ങളിൽ തേങ്ങ അനുവദനീയമല്ല. ഉണങ്ങിയ തേങ്ങ തീപിടിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തു കൂടിയാണ്. തേങ്ങയും തീപിടിക്കാൻ സാധ്യതയുള്ള വസ്തുവായാണ് തരംതിരിച്ചിരിക്കുന്നത്. എയർപോർട്ട് ചട്ടങ്ങളിലെ സമീപകാല അപ്ഡേറ്റുകൾ പ്രകാരം പുതിയ നിയന്ത്രണങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. ഈ മാറ്റങ്ങൾ സുരക്ഷാ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നുണ്ട്. മുമ്പ് യാത്രക്കാർക്ക് അവരുടെ കൈ ലഗേജിൽ ആവശ്യമായ മരുന്നുകൾ കൊണ്ടുപോകാമായിരുന്നു. എന്നിരുന്നാലും പുതിയ നിയമങ്ങൾ ഇപ്പോൾ ദുബായിലേക്കുള്ള വിമാനങ്ങളിൽ ചില മരുന്നുകൾ കൊണ്ടുപോകുന്നതിന് നിരോധിച്ചിരിക്കുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് യാത്രക്കാർ അറിഞ്ഞിരിക്കുകയും അനുവദനീയമായ ഇനങ്ങൾ മാത്രം പാക്ക് ചെയ്യുകയും വേണം.